നിന്നാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. 2005 2 പെങ്ങന്മാരെ കല്യാണം കഴിച്ച കടബാധ്യത വന്നിട്ട് ഉപ്പ വീട് വിറ്റു, കടങ്ങൾ വീടി. അങ്ങനെ ഗൾഫ് പോയ ഞാൻ അവിടെ എത്തിയ സമയത്ത് എനിക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അവിടുത്തെ കാലാവസ്ഥ ക്ലിയർ ആവുന്നില്ല. തിരിച്ചു പോരാൻ വേണ്ടി നോക്കി, പക്ഷെ വരാൻ പറ്റുമോ? വീടില്ല, സ്ഥലമില്ല. രണ്ടാമതോ അതിന് പുറമെ 2 ലക്ഷം രൂപ കടമായിട്ടാണ് ചെയ്തത്. ഗൾഫിലേക്ക് 1.5 ലക്ഷത്തിന് മേലെ കടമായിട്ടാണ് ഗൾഫിലേക്ക് വന്നത്. ഇത് വീടാൻ നാട്ടിലേക്ക് പോകാൻ പറ്റുമോ? ഏതായാലും അത് വീടുന്നതിന്റെ പിറ്റേ ദിവസം തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അവിടെ നിന്ന സമയത്ത് മെല്ലെ മെല്ലെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട, 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട ഞാൻ 6 മണിക്ക് ഒരു കാറ് വാഷ് ചെയ്യാൻ പോകും. ഓക്കെ, 7 to 7 ആണ് ഡ്യൂട്ടി. രാവിലെ ഒരു കാറ് വാഷ് ചെയ്യും, രാത്രി വന്നിട്ട് ഒരു കാറ് ചെയ്യും വാഷ് ചെയ്യും. കാരണം എൻ്റെ ഭക്ഷണത്തിനും അധിക ചെലവിനുമുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യും അതിനകത്ത് അങ്ങനെ കണ്ടെത്തി. അങ്ങനെ കഷ്ടപ്പെട്ട് 4.5 വർഷം കണ്ടിന്യൂ ആയിട്ട് അവിടെ എന്ത് ചെയ്തു, ഗൾഫിൽ പിടിച്ചു വന്നു. അപ്പോഴേക്ക് സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു, മറ്റു കാര്യങ്ങളൊക്കെ ആയി. അതിനുശേഷം പിന്നെ അടിക്കടി തന്നെ തുടങ്ങി, കാര്യം വരാൻ തുടങ്ങി. സാമ്പത്തികമായിട്ട് നല്ല ഉഷാറിലായി, വീട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പെങ്ങന്മാർക്കൊക്കെ പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്തു, അവരെ വീട് വെച്ചു, വേറെ സ്ഥലങ്ങൾ വാങ്ങിച്ചു, സാമ്പത്തികമായിട്ട് മെച്ചായി. കല്യാണം കഴിച്ചു, വൈഫിനെ അങ്ങോട്ട് കൊണ്ടുവന്നു, കുട്ടികളൊക്കെ അവിടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും നല്ല വരുമാനം അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിൽ എന്ത് ചെയ്തു, ആ ബിസിനസ് മാറി. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ മുതൽ മുടക്കുള്ളതാണ്, പക്ഷെ അതൊക്കെ എന്ത് ചെയ്തു, താഴേക്കും. വേറെ കൊടുവള്ളി എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ സ്ഥലം അല്ലേ, ഗോൾഡിലൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും വേണ്ട രീതിയിൽ സക്സസ് ആയിട്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ഈ ബിസിനസ്സിന് എൻ്റെ ലൈഫുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. കാരണം ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, സക്സസ് ആവാൻ പറ്റും. ഇവിടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണോ? അല്ല. ഞാൻ ഗൾഫിൽ ബിസിനസ്സിൽ വിജയിക്കാനുള്ള കാരണം എൻ്റെ ഹാർഡ് വർക്കാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ തുടക്കം മുതൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്തും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഓരോ സിംഗിൾ ഫ്ലാറ്റുകൾ ഫാമിലിക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തും 2-3 വർഷം ആ മേഖല സ്ട്രഗിൾ ചെയ്തതിനു ശേഷം എന്ത് ചെയ്ത് സ്വന്തമായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയും 14 സ്റ്റാഫുകളുള്ള ലെവലിലേക്ക് എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നാളുകളിൽ പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. രാവിലെ 8 മണിക്കൂറോ പകൽ സമയത്ത് 8, 10, 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് മാത്രം വരുമാനം കിട്ടുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഗൾഫിലുള്ള സമയത്ത് ഞാൻ നാട്ടിൽ ലീവിന് വന്നാലും എൻ്റെ അക്കൗണ്ടിൽ 1 രൂപ പോലും കുറവില്ലാതെ അക്കൗണ്ടിലേക്ക് വരുമായിരുന്നു. അതാണ് എന്ത്, പാസീവ് ഇൻകം. ഈ പാസീവ് ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2, 3, 4 അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസീവ് ഇൻകം വാങ്ങിക്കാൻ കഴിയും. ഈ ബിസിനസ് ഞാൻ ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് പാസീവ് ഇൻകം ആണെങ്കിൽ, രണ്ടാമതൊരു കാരണം നോമിനേഷൻ ഫെസിലിറ്റിയാണ്. എന്താ നോമിനേഷൻ ഫെസിലിറ്റി നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ലേ? പുതിയ ആളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ആ മേഖലയിൽ നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസരം വരികയാണെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മളെ കുടുംബത്തിലേക്ക് വരുമാനം കിട്ടുമോ? തീർച്ചയായിട്ടും ഇല്ല അല്ലേ? അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് ബിൽഡിങ്ങുകൾ വേണം, അല്ലെങ്കിൽ ഇഷ്ടംപോലെ സ്വത്ത് വേണം. തേങ്ങ വലിക്കാൻ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലേ? ഇന്ന് നമ്മൾ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നാളെ നമ്മളില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലേക്ക് ആ വരുമാനം ചെയ്യും നിൽക്കും. എനിക്ക് 4 പെൺകുട്ടികളാണ്. മൂത്ത മോൾക്ക് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ചെറിയ മോള് 10 മാസമായിട്ട് വരുന്നു. ഉപ്പയും ഉമ്മയും അടങ്ങുന്ന ഒരു കുടുംബമാണ്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അത് ആര് വാങ്ങിക്കണം? ഞാൻ വാങ്ങിക്കണം. നാളെ ഞാനില്ലെങ്കിലോ, അല്ല എൻ്റെ വരുമാനം ഇല്ലെങ്കിലോ അവർക്ക് ഇന്നത്തെ ഈ സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയും? ഒരിക്കലും ഇല്ല. ഇന്ന് അവർക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം, കാരണം സാമ്പത്തികമായിട്ട് എന്തില്ല, യാതൊരു പ്രയാസവും ഇല്ല. പക്ഷെ നാളുകളിൽ എന്താ സ്ഥിതി, ഞാനില്ലെങ്കിൽ മറ്റുള്ളവരിൽ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം ചെയ്യാൻ, ജീവിക്കാൻ അല്ലേ? പക്ഷെ ഞാനെന്താ മൈലേഷ്യയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 100% ഗ്യാരണ്ടിയാണ്, എൻ്റെ ഫാമിലി പ്രൊട്ടക്റ്റഡ് ആണ്, എൻ്റെ വൈഫ് എൻ്റെ നോമിനിയാണ്. നാളുകളിൽ അവരെ സേഫ് ആക്കുന്ന ഒരു മേഖലയിലാണ് ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ തുടക്കത്തിൽ ബിസിനസ് ഏറ്റെടുക്കാനുള്ള കാരണങ്ങൾ ഒന്നതാണ്. കാരണം ഒരുപാട് ആളുകൾ 2-3 പേരെ സ്പീച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നോമിനേഷൻ ഫെസിലിറ്റിയിലൂടെ അവർ ചെയ്തിട്ടുണ്ട്. അന്നുള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ നേരത്തെ റെജിന മാഡം ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത്. നിങ്ങൾ സ്പീഡിൽ ചെയ്യാം, സ്ലോ ചെയ്യാം. സ്ലോ ചെയ്താൽ ചെറിയ വരുമാനം കിട്ടും, സ്പീഡായിട്ട് ചെയ്താൽ കൂടുതൽ വരുമാനം കിട്ടും. നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് ചെയ്ത് ഒരു 10 വർഷം കൊണ്ടാണ് നിങ്ങൾ ITC ആവുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് കണക്ക് നോക്കും. വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഒരു ശരാശരി ഒരാൾ 5-6 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ITC ആവാൻ പറ്റും. ഇന്നത്തെ സാഹചര്യത്തിലോ ഞാൻ പറഞ്ഞു മാക്സിമം 4 വർഷം കൊണ്ട് ITC ആവാൻ പറ്റും. അങ്ങനെ നിങ്ങൾ 10 വർഷം കൊണ്ടാണ് ITC ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് 1,20,00,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വീക്കിലി ഇൻകം മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതായത് 10 വർഷത്തിൽ എത്ര മാസം ഉണ്ടാവും? 120 മാസം. 1,20,00,000 എന്ന് പറഞ്ഞാൽ 120 ലക്ഷം അല്ലെ? അതായത് നിങ്ങൾക്ക് ഒരു മാസം എത്ര കിട്ടിക്കഴിഞ്ഞു? 1 ലക്ഷം വീതം കിട്ടി അല്ലേ? നിങ്ങൾ സ്ലോല ചെയ്തത്, എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്തു? ഒരു മാസം 10 വർഷം ചെയ്ത് കഴിഞ്ഞ് കണക്ക് കൂടുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു മാസം ശരാശരി ഓരോ ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് മോശം അല്ലേ? ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു നല്ല വരുമാനം കിട്ടുന്ന മേഖലയിൽ നിന്ന് അത് നിർത്തി ഇതിനകത്ത് നിന്ന് വന്നു. കോവിഡ് വന്നു, സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. എന്നോട് വൈഫ് പറഞ്ഞു നമുക്ക് വീണ്ടും ഗൾഫിലേക്ക് തന്നെ പോകാം, കാരണം ഫ്ലൈറ്റ് ഒക്കെ എന്തിട്ടുണ്ട് ചാലുവായി ബിസിനസ് കരുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ തീരുമാനിച്ചു ഇല്ല, ഞാൻ മൈലേഷ്യയിൽ മാനേജ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫ്യൂച്ചർ ഇതിനകത്താണ്. ഞാനത് നോക്കിക്കണ്ടു. ഇതിന്റെ സാധ്യത എനിക്ക് മനസ്സിലായി. വെറും 2,500-3,000 മാസം വരുമാനം കിട്ടുന്ന സമയത്തും കാറിൽ എന്ത് ചെയ്യുന്ന പോയിട്ടുണ്ട്. ഈ ബിസിനസ് എത്രയോ പേർക്ക് പ്ലാൻ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എനിക്കൊരു മാനസികമായിട്ടൊരു വിഷമം തോന്നിയിട്ടില്ല. കാരണം എന്താ? ഇതിന്റെ സാധ്യത 100% എനിക്കറിയാം. ഈ ബിസിനസ് പ്ലാൻ കേൾക്കുന്ന സമയത്ത് ആഴ്ച വരുമാനം 2,10,000 എന്ന് പറഞ്ഞ സമയത്ത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. നിങ്ങളെ പോലെ തന്നെ ആയിരുന്നു. ഈ കഴിഞ്ഞ കമ്പനിയുടെ 584ാമത്തെ വീക്ക് ക്ലോസ് ചെയ്ത സമയത്ത് 2,10,000 എന്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തു? വാങ്ങിക്കാൻ പറ്റി. ഈ 2,10,000 എന്റെ അക്കൗണ്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് നഷ്ടമാണെന്ന് സംഭവിച്ചത്. എന്താണെന്നറിയോ? ശരിക്കും ബിസിനസ് കൂടെ മാച്ച് ചെയ്ത് കിട്ടേണ്ട 12% ആണെങ്കിൽ എനിക്ക് 2,34,000 കിട്ടണം. കാരണം 17,50,000 മാച്ച് ചെയ്യണ സമയത്ത് എനിക്ക് 19,50,000 മാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ 2 ലക്ഷത്തിന്റെ എന്ത് ചെയ്യില്ല, കിട്ടൂല. വാഷൗട്ടായി. ഈ 2,10 വിശ്വസിക്കാതെ എനിക്കാണ് എന്ത് ചെയ്തത് അത് സംഭവിച്ചത്. ഓക്കെ, ഇത് എന്റെ കഴിവാണോ? എന്റെ കഴിവാണെങ്കിൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത മേഖലയിലൊക്കെ ആഴ്ചയിൽ 2,10 കിട്ടണ്ടേ? അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? ഇവിടെ എന്നേക്കാൾ കഴിവും അറിവും ആഗ്രഹവും ഉള്ള ആളുകൾ എന്ത് ചെയ്തു? എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു. ഞാൻ അവർക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ആളുകളിൽ മുഴുവൻ ആളുകളും ഞാൻ മനസ്സിലാക്കുന്നത് എന്നേക്കാൾ കഴിവുള്ള ആളുകളാണ്. ജീവിതത്തിലാണെങ്കിലും മറ്റു പല മേഖലയിലാണെങ്കിലും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെക്കാൾ ചെറുപ്പം. പക്ഷേ എല്ലാവരെയും കുറച്ച് ആളുകൾ ഒരു ദിവസം മുഖ്യം ഞാൻ മൈലൂരിൽ വന്നു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. ഞാൻ ചെയ്ത സക്സസ് ആയ കാര്യങ്ങളും പറഞ്ഞുതരാൻ പറ്റും, ഞാൻ ഫെയിലായ കാര്യങ്ങളും പറഞ്ഞുതരാൻ പറ്റും. എന്തിനാ ഫെയിലായ കാര്യം നിങ്ങളോട് പറയുന്നത്? ആ കാര്യം ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ സമയം എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. ഞാൻ 2 മിസ്റ്റേക്കുകൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ TC റാങ്ക് എത്തിയത് 1.5 വർഷം എടുത്ത. 1.5 വർഷം എടുത്തു ഞാൻ TC റാങ്ക് എത്താൻ. എൻ്റെ കൂടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത അതേ വ്യക്തി, എൻ്റെ കൂടെ അല്ല, എൻ്റെ അപ്ലൈൻ